നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നിറയെ മാങ്ങയുള്ള മാവാണ്. ഇന്ത്യയുടെ വികസനം എത്രമാത്രം ഉയരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയണമെങ്കിൽ ട്രംപിന് ഇന്ത്യയോടുള്ള കലിയുടെ ആഴം അളന്നാൽ മാത്രം മതി. ട്രംപ് ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം ഇന്ത്യ ട്രംപിന്റെ ഭീഷണികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് വളർന്നു തുടങ്ങിയെന്ന്. ട്രംപിനെ ചൊടിപ്പിക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മാത്രമായിരുന്നുവെങ്കിൽ ട്രംപ് ഇന്ത്യക്കുമേൽ മാത്രം അമിത താരിഫ് ഇത്രമേൽ അടിച്ചേൽപ്പിക്കില്ലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതടക്കം ട്രംപിന്റെ പൊള്ളയായ പല വാദങ്ങളുടെയും വായ അടപ്പിച്ചിട്ടും ട്രംപ് പിന്നെയും ഇന്ത്യക്കെതിരെ ഇത്തരമില്ലാ കഥകൾ പടച്ചുവിടാൻ തയ്യാറെടുക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. മോദി അതീവ രഹസ്യമായി ട്രംപിനെ വിളിച്ചു എന്നും ട്രംപിന്റെ ചെവിയിൽ റഷ്യയുമായുള്ള വ്യാപാര കരാർ അവസാനിപ്പിക്കാനുള്ള ഉറപ്പ് മന്ത്രിച്ചു എന്നും. മോദി പോലും അറിയാത്ത കള്ളക്കഥയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ പ്രതിപക്ഷം മോദിയെ തടിയും വടിയുമായി ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷത്തിന് പിന്നെ ഒന്നും കിട്ടാതിരിക്കുകയാണ് കലാപമുണ്ടാകാൻ. അത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തുടങ്ങി ഓപ്പറേഷൻ സിന്ധൂരിൽ തട്ടി വോട്ടു തിരിമറിയിൽ തടഞ്ഞു നിന്നപ്പോഴാണ് ട്രംപിന്റെ പുതിയ കഥ അണിയറയിൽ ആടിത്തുടങ്ങി. എന്നാൽ പിന്നെ ഇതുതന്നെ ആയിക്കോട്ടെ അടുത്തത് എന്ന് രാഹുലും. എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ശക്തമായ ഭാഷയിൽ മുൻ നിലപാടുകളിൽ നിന്ന് ഒരൽപ്പം പോലും അയവ് വരുത്താതെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. എന്നാൽ അതിനു പിന്നാലെ റഷ്യയും ഉളുപ്പില്ലേ ട്രംപെ ഇത്തരം നുണക്കഥകൾ പടച്ചുവിടാൻ എന്ന് ചോദിച്ചുകൊണ്ടും ട്രംപിന്റെ വാദങ്ങൾ പൊളിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയുടെ സ്ഥിരമായ മുൻഗണനയെന്നാണ് ഈ വിഷയത്തിൽ അന്നും ഇന്നും എന്നും ഒരുപോലെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അതേസമയം റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് റഷ്യയും പ്രതികരിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. അത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നും റഷ്യ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർത്തു. ആ ലക്ഷ്യങ്ങൾ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമാകില്ല എന്നും എണ്ണ വാതക വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം റഷ്യ തുടരുക തന്നെ ചെയ്യുമെന്നും റഷ്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി. ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ് എന്നും അസ്ഥിരമായ ഊർജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത് എന്നും ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിച്ച ഇന്ത്യ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ട്രംപിന്റെ വാക്കുകൾക്ക് ഒരൽപ്പം പോലും സമയം പാഴാക്കാതെ കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത്. ഊർജ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നത് റഷ്യയുടെ ഊർജ നയത്തിന്റെ ലക്ഷ്യങ്ങളാണെന്നും വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വൈവിധ്യവൽക്കരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു എന്നും ആവർത്തിച്ച റഷ്യ വർഷങ്ങളായി റഷ്യയുടെ ഊർജ സംഭരണം വികസിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ് എന്നും കഴിഞ്ഞ ദശകത്തിൽ ഇത് സ്ഥിരമായി പുരോഗമിച്ചു എന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള ഊർജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ നിലവിലെ US ഭരണകൂടം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ സ്ഥിരമല്ലാത്ത ഒരു ഊർജ കരാറുമായി അമേരിക്കയുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് ഒരൽപ്പം വിമുഖതയുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ പൂർണ്ണമായും കൈവിടാൻ ഇന്ത്യ തയ്യാറാകാത്തത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പരിഹസിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രി ഡോക്ടർ S ജയശങ്കർ ഈ വിഷയത്തിൽ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കുകയും പൗരന്മാർക്ക് ഏറ്റവും മികച്ച വില ഉറപ്പാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നത് ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ US വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം കൂടിയായി. ട്രംപ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ടിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ട്രംപിന്റെ തന്ത്രങ്ങൾക്കെതിരെ പോലും മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച